ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ റമദാൻ ചലഞ്ച് 13 ഡേയ്സ് ചലഞ്ചിന്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോസിനും നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് ഭയങ്കര വലുതാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ഒരുപാട് ന്യൂ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാ ഉമ്മമാർക്കുള്ള പരാതിയാണ്. കുട്ടികൾ ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഫുഡിനോടുള്ള റെസ്പെക്റ്റ് ഇല്ല, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. എന്റെ മക്കൾക്ക് ഭക്ഷണത്തിനോട് തീരെ മര്യാദയില്ല, അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കുന്നു എന്നുള്ള പരാതി നിങ്ങൾക്കില്ലേ? അത് നമ്മൾക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വെറും വയറ് നിറയ്ക്കൽ മാത്രമല്ല നമ്മുടെ ഉദ്ദേശം ഉണ്ടാവേണ്ടത്. നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ചര്യകൾ, അല്ലെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കുറെ മര്യാദകളുണ്ട്. അതുകൂടി നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ബറക്കത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരു ഭാരമായി തോന്നാതെ ഒരു ഗെയിം പോലെ, അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കല്, അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള റെസ്പെക്ട് ഇല്ലാതിരിക്കലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട ഒരു ചാർട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഇന്ന് തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കുക. ദ സുന്ന ഡൈനിങ് ചലഞ്ച് എന്നാണ് ഈ ഒരു ചലഞ്ചിന്റെ പേര്. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദ സുന്ന ഡൈനിങ് ചലഞ്ചിൽ 5 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുക എന്നുള്ളത്. അതുപോലെ വലത് കൈ കൊണ്ട് കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. പിന്നെ കഴിച്ച ശേഷം പ്ലേറ്റ് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം അൽഹംദുലില്ലാ പറയാ. ഈ ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു ദ ഡൈനിങ് ചലഞ്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും കറക്റ്റ് ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഓരോന്ന് കറക്റ്റ് കുട്ടികൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർ വീതം കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ആയിരിക്കും നോമ്പ് തുറക്കുന്നതും, നോമ്പ് തുറന്ന ശേഷം ഫുഡ് കഴിക്കുന്നതും. അവരൊന്ന് അവെയർ ആയിരിക്കും, ഒരു ബോധത്തോടെ ഫുഡ് കഴിക്കും. മുമ്പ് വേസ്റ്റ് ആക്കിയിട്ടുള്ള കുട്ടികൾ ഈ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട്, ഈ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട് അവർ മാറും. അങ്ങനെ മാറി സ്ലോലി അവർ ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു ഹാബിറ്റിലേക്ക് അഡാപ്റ്റ് ആയിരിക്കും. ആരായിട്ടുള്ള നമ്മള്, അല്ലെങ്കിൽ പേരൻസ് ആയിട്ടുള്ള നമ്മള് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവുമ്പോൾ മാത്രമേ കുട്ടികൾ അത് ചെയ്യുള്ളൂ. അതല്ലാതെ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യങ്ങളും ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു റൂൾ ആയാലും ഒരിക്കലും സ്മൂത്ത് ആവില്ല. പാരന്റിങ് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കുക. അത് കുട്ടികള് നമ്മൾ പോലും അറിയാതെ, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ, നമ്മൾ ഫോഴ്സ് ചെയ്യാതെ തന്നെ അവരും ഈ ഒരു സ്വഭാവം ഓട്ടോമാറ്റിക്കലി ചെയ്തു വരും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ദ സുന്ന ഡൈനിങ് ചലഞ്ച് നിങ്ങളും ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കുട്ടിയിലുള്ള ചേഞ്ചസ് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സർക്കിളിലെ ഫ്രണ്ട്സ്, ഫാമിലിയിലൊക്കെ എൻ്റെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഡേ 4 ചലഞ്ച് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.